ഓക്കെ, നമുക്ക് തുടങ്ങാം. Questions. Relation R in the set A is equal to 1, 2, 3, 4, 5, 6. Defined as R is equal to ordered pair XY. Y is divisible by X. ഇത് റിഫ്ലക്സീവ് ആണോ, സിമട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ ഇത് എന്ത് ഫോമിലാണ് നമുക്ക് തന്നിരിക്കുന്നത് നോക്കിയ സെറ്റ്? റൂൾ മെത്തേഡിലാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. റൂൾ മെത്തേഡിലാണ്. നമ്മൾ അതിനെ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റുന്നതായ സമയത്ത് R is equal to എന്താണ് കണ്ടീഷൻ നോക്കൂ. Y is divisible by X. Y എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എലമെന്റ്, X ഫസ്റ്റ് എലമെന്റ്. അപ്പൊ Y is divisible by X എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം സെക്കൻഡ് എലമെന്റ് ഈസ് ഡിവിസിബിൾ ബൈ ഫസ്റ്റ് എലമെന്റ്. X ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റ് ഈസ് ഡിവിസിബിൾ ബൈ ഫസ്റ്റ് എലമെന്റ്. അപ്പൊ ഇത് ഏതിന്റെ സബ്സെറ്റ് ആയിരിക്കും? R ന്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ A ക്രോസ് A യുടെ സബ്സെറ്റ് ആയിരിക്കും അല്ലെ? A ക്രോസ് A യുടെ. അപ്പൊ ഈ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും ഏത് സെറ്റിൽ തന്നെ ആയിരിക്കണം? A എന്ന സെറ്റിൽ തന്നെ ആയിരിക്കണം. ഓക്കെ, ദെൻ A ക്രോസ് A യുടെ ഫസ്റ്റ് എലമെന്റ് 1, 1 അല്ലെ? സെക്കൻഡ് എലമെന്റ് 1, ഫസ്റ്റ് എലമെന്റ് 1, ഡിവിസിബിൾ ആണ്. ദെൻ 1, 2, 2 ഈസ് ഡിവിസിബിൾ ബൈ 1, 1, 3, 1, 4, 4 ഈസ് ഡിവിസിബിൾ ബൈ 1, 1, 5, 1, 6. ഓക്കെ, സെക്കൻഡ് എലമെന്റ് ഈസ് ഡിവിസിബിൾ ബൈ ഫസ്റ്റ് എലമെന്റ്. ഇതെല്ലാത്തിനും ഓക്കെ ആണല്ലോ. ഇനി 2 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് എലമെന്റ് 2, 1 ആണ്. 2, 1 ഇതിൽ വരില്ല. കാരണം എന്താ? 1 ഈസ് ഡിവിസിബിൾ ബൈ 2 അല്ലല്ലോ. ദെൻ 2, 2 ready, 2, 4, 2, 4. Then 2, 6, 2, 6. 3 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 3, 3. Then 3, 6. Second element is divisible by first element. Then നോക്കൂ, 4, 1 ഇല്ല, 4, 2 ഇല്ല, 2 is divisible by 4 അല്ല, 4, 3 ഇല്ല, 4, 4. ഓക്കെ, 5, 5. 5 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏത് മാത്രമേ വരുള്ളൂ? 5, 5. Then 6, 6. ഇതാണ് നമ്മുടെ റോസ്റ്റർ ഫോം. ഇത് റിഫ്ലക്സീവ് ആണോ, സിമട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് എന്തെടുക്കാം? A എന്ന് പറയുന്നത് ഗിവൺ സെറ്റിലെ എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യാണ് അല്ലെ? നോക്കൂ, A റിലേഷനിൽ ഉണ്ടോ എന്നല്ലേ ചെക്ക് ചെയ്യേണ്ടത്? A റിലേഷനിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ XY വരണമെങ്കിൽ Y is divisible by X ആണ്. അപ്പൊ A ആണ് അല്ലെ? A റിലേഷനിൽ വരണമെങ്കിൽ സെക്കൻഡ് എലമെന്റും A ആണ്, ഫസ്റ്റ് എലമെന്റും A ആണ്. A is divisible by A. Divisible by A, which means A belongs to R. അല്ലെ? A belongs to R. അപ്പൊ അതെന്ത് റിലേഷൻ ആണ്? റിഫ്ലക്സീവ് ആണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. നോക്കൂ, 1, 1, 2, 2, 3, 3, 4, 4, 5, 5, 6, 6 എല്ലാം റിലേഷനിൽ ഉണ്ടല്ലോ. അപ്പൊ റിഫ്ലക്സീവ് ആണ്. ഓക്കെ, നമുക്ക് സിമട്രിക് ചെക്ക് ചെയ്യണം. AB വന്നാൽ BAയും വരണം. ഞാൻ ഇവിടുത്തെ എക്സാമ്പിൾ എടുക്കാറ്. നോക്കൂ, 1, 2 ആ സെറ്റിലുണ്ട് അല്ലെ? അതായത് ആ റിലേഷനിലുണ്ട്. 1, 2 ബിലോങ്സ് ടു R. സിമട്രിക് ആണെങ്കിൽ 1, 2 വന്നാൽ ഏതും കൂടെ വരണം? 2, 1 വരണം. നോക്കൂ, 2, 1 ഈ റിലേഷനിൽ ഉണ്ടോ നോക്കി. 2, 1 ആ റിലേഷനിൽ ഉണ്ടോ? 2, 1 നോട്ട് ബിലോങ്സ് ടു R. അപ്പൊ ഈ റിലേഷൻ എന്തല്ല? നോട്ട് സിമട്രിക്. നോട്ട് സിമട്രിക്.
റിഫ്ലക്സീവ് ആണ് ബട്ട് നോട്ട് സിമെട്രിക്. ഇനി ട്രാൻസിറ്റീവ് നോക്കാം. ട്രാൻസിറ്റീവിൽ നമ്മളൊക്കെ എന്തൊക്കെ എടുക്കുക? എ ബി ബിലോങ്സ് ടു ആർ, എ ബി റിലേഷനിൽ ഉണ്ട് എന്നെടുക്കുക. ആൻഡ് പിന്നെ എന്തും കൂടി എടുക്കണം? ബി സി ബിലോങ്സ് ടു ആർ. ഇത് രണ്ടും റിലേഷനിൽ ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. എക്സ് വൈ റിലേഷനിൽ ഉണ്ടെങ്കിൽ y ഈസ് ഡിവിസിബിൾ ബൈ എക്സ് ആയിരിക്കും. അപ്പൊ എ ബി ഉണ്ടെങ്കിലോ ബി ഈസ് ഡിവിസിബിൾ ബൈ ബി ഈസ് ഡിവിസിബിൾ ബൈ എ. ആൻഡ് then ബി സി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? സി ഈസ് ഡിവിസിബിൾ ബൈ ബി. ഓക്കെ, നോക്കാം. ഇവിടെ 1-2 റിലേഷനിലുണ്ട്, പിന്നെ ഏതും ഉണ്ട് 2-4 റിലേഷനിലുണ്ട് അല്ലെ? അപ്പൊ 2 ഈസ് ഡിവിസിബിൾ ബൈ 1, 4 ഈസ് ഡിവിസിബിൾ ബൈ 2. അങ്ങനെയാണെങ്കിൽ 4 ഈസ് ഡിവിസിബിൾ ബൈ 1 അല്ലേ? അതായത് 1-4 ആ റിലേഷനിൽ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് ബി ഈസ് ഡിവിസിബിൾ ബൈ എയും സി ഈസ് ഡിവിസിബിൾ ബൈ ബിയുമാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം സി ഈസ് ഡിവിസിബിൾ ബൈ എ ആയിരിക്കും. 4 ഈസ് ഡിവിസിബിൾ ബൈ 2, 2 ഈസ് ഡിവിസിബിൾ ബൈ 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 4 ഈസ് ഡിവിസിബിൾ ബൈ 1 എന്ന് പറഞ്ഞൂടെ? അതാണ് നമ്മളിവിടെ എക്സാമ്പിൾ കാണിച്ചത്. ബി ഈസ് ഡിവിസിബിൾ ബൈ എയും സി ഈസ് ഡിവിസിബിൾ ബൈ ബിയും ആണെങ്കിൽ സി ഈസ് ഡിവിസിബിൾ ബൈ എ ആയിരിക്കും. അപ്പൊ സി ഈസ് ഡിവിസിബിൾ ബൈ എ ആണെങ്കിൽ y ഈസ് ഡിവിസിബിൾ ബൈ എക്സ് ആണെങ്കിൽ എക്സ് വൈ ആണ് റിലേഷനിലുള്ളത് അല്ലേ? അപ്പൊ സി ഈസ് ഡിവിസിബിൾ ബൈ എ ആണെങ്കിൽ എന്തായിരിക്കും റിലേഷനിൽ വരിക? എ സി ബിലോങ്സ് ടു ആർ ആയിരിക്കും. അപ്പൊ അത് എന്ത് റിലേഷൻ ആയിരിക്കും? ട്രാൻസിറ്റീവ് റിലേഷൻ. അപ്പൊ ദിസ് റിലേഷൻ ഈസ് റിഫ്ലക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ്, നോട്ട് സിമെട്രിക്. ഓക്കെ, നോട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് ആർ. അതായത് ഈ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ്, ഓൾ റിയൽ നമ്പേഴ്സ്. ഈ ആർ എന്തിനെ ഡിനോട്ട് ചെയ്യും? റിലേഷനെ ഡിനോട്ട് ചെയ്യും. ഡിഫൈൻഡ് ആസ് ഓർഡേർഡ് പെയർ AB such that A less than or equal to B square is neither reflexive nor symmetric nor transitive. അപ്പൊ ഇവിടെ എയും ബിയും റിയൽ നമ്പേഴ്സ് ആണ്. അതായത് നാച്ചുറൽ നമ്പേഴ്സ് മാത്രമല്ല, ഇന്റീജേഴ്സ് മാത്രമല്ല, എല്ലാ നമ്പേഴ്സും എയും ബിയും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്, എല്ലാ നമ്പേഴ്സിനെയും. അപ്പൊ ഇത് റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് അതാണ് നോക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യാച്ചാൽ ഇത് എക്സാമ്പിൾസിലൂടെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എയും ബിയും റിയൽ നമ്പേഴ്സ് ആണ്, എല്ലാ നമ്പേഴ്സും ഉൾപ്പെടും. പറഞ്ഞു വരുന്നത് നോക്കൂ, നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് റിഫ്ലക്സീവ് ആവണമെങ്കിൽ ഈ ഗിവൺ സെറ്റിലെ എലമെന്റ് ആണെങ്കിൽ ഗിവൺ സെറ്റ് എന്താണ്? നമ്മുടെ റിയൽ നമ്പേഴ്സ് ആണ് അല്ലെ? എ റിലേഷനിൽ വരണം. എ റിലേഷനിൽ വന്നാൽ ആ റിലേഷൻ എന്ത് റിലേഷനാണ്? റിഫ്ലക്സീവ് റിലേഷൻ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കൂ, നോക്കൂ. ഞാൻ പറയുന്നത് 1/2 എന്ന് പറയുന്ന എലമെന്റ് ഗിവൺ സെറ്റിൽ വരും. കാരണം എന്താണ്? 1/2 റിയൽ നമ്പർ ആണ്. അപ്പൊ റിയൽ നമ്പേഴ്സിന്റെ സെറ്റിൽ വരും. ഓക്കെ, ഇനി ഇത് റിഫ്ലക്സീവ് ആവണമെങ്കിൽ എ വരണം എന്നാണ് പറയുന്നത്. അപ്പൊ ഏത് വരണം? 1/2 1/2 ഇതാണ് റിലേഷനിൽ വരുന്നത്. ഈ 1/2 വന്നാലേ അത് റിഫ്ലക്സീവ് ആവുള്ളൂ. ഓക്കെ, എ ബി വരാനുള്ള കണ്ടീഷൻ എന്താ? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ ആണ് കണ്ടീഷൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1/2
വരാനുള്ള കണ്ടീഷൻ എന്താണ്? 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ഹോൾ സ്ക്വയർ. ഇത് ഓക്കെ ആണെങ്കിൽ, ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ 1/2 റിലേഷനിൽ വരൂ. നമുക്കറിയാം 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇത് 1/4 ആണ്. 1/2 ലെസ് ദാൻ 1/4 ആണോ? വിച്ച് ഈസ് ഫോൾസ്. ഇത് തെറ്റാണ്. 1/2 അല്ലേ 1/4 വലുത്. അപ്പൊ 1/2 ലെസ് ദാൻ 1/4 എന്ന് പറയുന്നത് തെറ്റല്ലേ? അതുകൊണ്ട് ആ റിലേഷനില് 1/2, 1/2 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ഉണ്ടാവില്ല. നോട്ട് ബിലോങ്സ് ടു ആർ. Therefore R is not reflexive. R reflexive ആണെന്ന് പറയാൻ പറ്റില്ല. ക്ലിയർ ആണ്? ഇതേപോലെ എക്സാമ്പിൾസ് എടുത്ത് ചെയ്യണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമ്മൾ പറയുന്നത് സിമട്രിക്. എന്താണ് സിമട്രിക്കിന്റെ കണ്ടീഷൻ? എ ബി ബിലോങ്സ് ടു ആർ. എ ബി വന്നാൽ ബി എയും വരണം. ഇതാണ് സിമട്രിക്കിന്റെ കണ്ടീഷൻ. എ ബി വന്നാൽ ബി എയും വരണം. ഞാൻ ചോദിക്കുന്നത് 1,2 ഈ റിലേഷനിൽ ഉണ്ടാവും അല്ലെ? എ ബി വരാനുള്ള കണ്ടീഷൻ എന്താ? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ അല്ലേ? അപ്പൊ 1, 2 നോക്കൂ. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ. ഇത് കറക്റ്റ് അല്ലേ? ട്രൂ. അതുകൊണ്ട് ഏത് റിലേഷനിൽ ഉണ്ടാവും? 1, 2 ഉണ്ടാവും. 1, 2 വന്നാൽ ഏതും വരണം എന്നാണ് കണ്ടീഷൻ. 2, 1 വരണം അല്ലെ? ബട്ട് നോക്കൂ, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സ്ക്വയർ എന്ന് പറയുന്നത് ഫോൾസ് അല്ലേ? തെറ്റല്ലേ? അതുകൊണ്ട് 2, 1 നോട്ട് ബിലോങ്സ് ടു ആർ. ആർ ഈസ് നോട്ട് സിമട്രിക്. അത് എന്ത് റിലേഷൻ അല്ല? സിമട്രിക് റിലേഷൻ അല്ല. ആർ ഈസ് നോട്ട് സിമട്രിക്. ട്രാൻസിറ്റീവ് നോക്കാം. എന്താണ് ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ? എ ബിയും ബി സിയും വന്നാൽ എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ. ഇത് രണ്ടും വന്നാൽ എ സി റിലേഷനിൽ ഉണ്ടാവണം. ഇതാണ് ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ. ഓക്കെ, നമ്മൾ പറയുകയാണ് 1 - 2 റിലേഷനിൽ ഉണ്ടാവും. -2 0 ഇതും റിലേഷനിൽ ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2 സ്ക്വയർ എന്ന് പറയുന്നതും -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 സ്ക്വയർ എന്ന് പറയുന്നതും കറക്റ്റ് ആണ്. അതുകൊണ്ട് 1 - 2 റിലേഷനിൽ ഉണ്ടാവും, -2 0 റിലേഷനിൽ ഉണ്ടാവും. ഇത് രണ്ടും വന്നാൽ ഏത് റിലേഷനിൽ വരണം? ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ 1 0 വരണം. 1 0 റിലേഷനിൽ വരണമെങ്കിൽ ഇവിടേക്ക് നോക്കൂ. 1 0 റിലേഷനിൽ ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 സ്ക്വയർ. ഇത് തെറ്റല്ല. അപ്പൊ 1 0 റിലേഷനിൽ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് പറയാം which implies 1 less than or equal to 0 square is false. തെറ്റാണ്. അതുകൊണ്ട് 1 0 not belongs to R. Therefore R is not
transitive. Okay, the relation is not reflexive, not symmetric, and not transitive. Show that the relation R in R. R means set of real numbers. First R is the relation defined as R is equal to ordered pair AB, A less than or equal to B, is reflexive and transitive but not symmetric. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം. A belongs to given set. R എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ നമ്പേഴ്സിന്റെ സെറ്റ്. എ വരണം എന്നല്ലേ റിഫ്ലക്സീവ് ആണെങ്കിൽ? എ ബി വരാനുള്ള കണ്ടീഷൻ എന്താ? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പൊ എ വരാനുള്ള കണ്ടീഷൻ എന്താ? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. ഇത് കറക്റ്റ് അല്ലേ? എ ഈക്വൽ ടു എ, അത് കറക്റ്റ് ആണ് അല്ലെ? അപ്പൊ എ ബിലോങ്സ് ടു ആർ. റിഫ്ലക്സീവ്. ഓക്കെ, ദെൻ എ ബി വന്ന ബി എയും വരണം എന്നാണല്ലോ സിമെട്രിക്. എ ബി ബിലോങ്സ് ടു ആർ റിലേഷൻ. അങ്ങനെയാണെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആയിരിക്കും. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആവുമോ? ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഇത് കറക്റ്റ് ആണ്. എന്നാൽ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ? ഇത് കറക്റ്റ് ആണ്. ഇത് റോങ് ആണ്. പറഞ്ഞു തരുന്നത് എന്താ? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയുകയാണെങ്കിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ അല്ല. വിച്ച് മീൻസ് ബി എ നോട്ട് ബിലോങ്സ് ടു ആർ. എ ബി വന്നാൽ ബി എ റിലേഷനിൽ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? നോട്ട് സിമെട്രിക്. നോട്ട് സിമെട്രിക്. ലെറ്റ് ട്രാൻസിറ്റീവ്. ലെറ്റ് എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ, വിച്ച് ഇംപ്ലൈസ്. അപ്പൊ നമുക്ക് എന്തൊക്കെ പറയാം? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആൻഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. ഡെഫിനിറ്റ്ലി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആയിരിക്കും. ഓക്കെ, നോക്കൂ. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3യും 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണെങ്കിൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 അല്ലേ? അങ്ങനെയാണെങ്കിൽ AC belongs to R. Therefore, R is transitive. Therefore, our relation is reflexive and symmetric, but not, reflexive and transitive, but not symmetric. റിഫ്ലക്സീവും ട്രാൻസിറ്റീവുമാണ്. സിമെട്രിക് അല്ലാത്ത റിലേഷൻ നമ്മൾ ആന്റി സിമെട്രിക് എന്നും പറയാറുണ്ട്. ആന്റി സിമെട്രിക്. A relation is said to be anti-symmetric if it is reflexive and transitive but not symmetric. Such a type of relation is called anti-symmetric. Okay? Homework questions. Check whether the relation are defined in the set 1, 2, 3, 4, 5, 6 as R is equal to ordered pair AB, B is equal to A plus 1 is reflexive, symmetric or transitive. നിങ്ങൾ എന്ത് ചെയ്യാം? ഇതിനെ ആദ്യം റോസ്റ്റർ ഫോമിലേക്ക് മാറ്റാം. റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് നമ്മൾ മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻസ് അനുസരിച്ച് നിങ്ങൾ നോക്കി എഴുതുക. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. R is equal to ordered pair AB such that A less than or equal to B cube. ഇവിടെ A less than or equal to B square നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. B cube നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഞങ്ങൾക്ക് നോട്ട് അയച്ചു തരാം. ഓക്കെ, so that the relation R in the set 1, 2, 3 given by ഈ സെറ്റിൽ A cross A, A ആണ് സെറ്റ് ഉണ്ടെങ്കിൽ A cross
A given by set 1 2 to 1 is symmetric only. Symmetric only. 1 2 belongs to R. 1 2 എന്നാൽ ഏത് വരണം? 2 1 belongs to R. Symmetric. Very simple. Symmetric. നോക്കൂ 1 സെറ്റിലുണ്ട്. 1 1 നോട്ട് ബിലോങ്സ് ടു ആർ. നോട്ട് റിഫ്ലക്സീവ്. 1 1 റിലേഷനിൽ ഇല്ല. therefore നോട്ട് റിഫ്ലക്സീവ്. നിങ്ങൾ നോക്കൂ, ഇത് എ ബി, ഇത് ബി സി. എ ബി ബി സി. അപ്പൊ എ ബിയും ബി സിയും വന്നാൽ അതേ റിലേഷനിൽ തന്നെ എ സി ഉണ്ടായിരിക്കണം. എ സി എന്ന് പറഞ്ഞാൽ 1 1 ആണ്. അധികം റിലേഷനിൽ വരുന്നില്ല. അതായത് നമുക്ക് എഴുതാം 1 2 ബിലോങ്സ് ടു ആർ. 1 2 റിലേഷനിലുണ്ട് ആൻഡ് 2 1 ബിലോങ്സ് ടു ആർ. 2 1 റിലേഷനിലുണ്ട്. ഇത് രണ്ടും റിലേഷനിൽ വരികയാണെങ്കിൽ 1 1 നോട്ട് ബിലോങ്സ് ടു ആർ. 1 1 not belongs to R. Therefore, R is not transitive.